ഇന്നൊരു അമരയ്ക്ക തോരനായാലോ? അമരയ്ക്ക സാധാരണ സാമ്പാറിലോ പിന്നെ അവിയലിലൊക്കെ ഇട്ടാലും നമ്മൾ എടുത്ത് കളയുന്ന ഒരു സാധനമാണ് അമരയ്ക്ക. എന്നാൽ പച്ചക്കറികൾ വെച്ച് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ അമരയ്ക്ക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അമരയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ്ടോ അമരയ്ക്ക നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഭയങ്കര ടേസ്റ്റാണ് ഈ അമരയ്ക്ക തോരൻ വെച്ചാൽ. ചെറുതായിട്ട് കുഞ്ഞുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിക്കാം. പിന്നെ ഇച്ചിരി കടുകും ഒരു വറ്റൽമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ അമരയ്ക്കയും ചെറിയ ഉള്ളിയും കൂടെ ഉള്ളത് അങ്ങോട്ടൊന്ന് തട്ടാം. ഇതാ കണ്ടോ, അതൊന്ന് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിടാം. അടച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം. അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതൊന്ന് വേവട്ടെ. ഏറ്റവും ഗുണമുള്ള സാധനമാണ്, പച്ചക്കറികൾ വെച്ച് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ അമരയ്ക്ക എന്ന് പറയുന്നത്. പക്ഷേ ആർക്കും അത് എല്ലാവരും എടുത്ത് കളയുന്ന ഒരു സാധനമാണ്. സാമ്പാറിലൊക്കെ ഇട്ടാൽ കൊച്ചുകുട്ടികളൊന്നും കഴിക്കത്തില്ല. പക്ഷേ തോരൻ വെച്ച് കൊടുത്താൽ കുട്ടികൾ നല്ലവണ്ണം കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിനും ഏറ്റവും പറ്റിയതാണ് ഈ അമരയ്ക്ക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഷുഗർ BP ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ അമരയ്ക്ക. നമുക്കൊന്ന് അടച്ചിട്ടിട്ട് ഒരു കൂട്ടുണ്ടാക്കാം. കൂട്ട് സാധാരണ നമ്മൾ തോരത്തിനുണ്ടാക്കുന്ന അതേ കൂട്ട് തന്നെയാണ്. തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അല്പം ജീരകവും വെളുത്തുള്ളിയും കൊണ്ട് ചേർത്തിട്ടൊരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമ്മുടെ അമരയ്ക്കയിലോട്ട് ഒന്ന് അതാണ്ടോ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ടോ അധിക സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഈ അമരയ്ക്ക തോരൻ എന്ന് പറയുന്നത്. ഇനി ആ അരപ്പിനെ ഒന്ന് നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടാം. ഇതൊന്ന് മിക്സ് ചെയ്തിടാം. ഇതാ കണ്ടോ, തോരൻ റെഡി ആയിട്ടുണ്ട്. വേറെ വലിയ ജോലിയൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അമരയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കളയരുത്. അപ്പം തന്നെ ഞാനിത് 2-3 ദിവസത്തേക്ക് കണക്കാക്കി ഞാൻ അരിഞ്ഞിടും. എന്നിട്ട് അടച്ചു വെച്ചിരുന്നു. ഇതാ അമരയ്ക്ക തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, കാണുന്നത് പോലെ തന്നെയാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇനി അമരയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക. ഇതുപോലെ ഒരു തോരനുണ്ടാക്കി കഴിക്കുക. ആരോഗ്യത്തിന് ഏറ്റവും പറ്റിയ സാധനങ്ങൾ നോക്കി നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, ബൈ.